നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് NITയിലെ അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ടവന്റെ സമൂഹ മാധ്യമത്തിലെ ഗോഡ്സെ അനുകൂല കമന്റ് വലിയ വിവാദവും ചർച്ചയുമായതിന് പിന്നാലെ അധ്യാപികയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കുന്ദമംഗലം പോലീസ് ഉടൻ നോട്ടീസ് അയച്ചേക്കും. ഷൈജ ആണ്ടവന്റെ വിലാസം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇന്നലെ NIT രജിസ്ട്രാർ കുന്ദമംഗലം പോലീസിന് കൈമാറിയിരുന്നു. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഡോക്ടർ ഷൈജയുടെ വിവാദ കമന്റ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഡോക്ടർ ഷൈജിയുടെ വിവാദ കമന്റ് വലിയ പ്രതിഷേധത്തിന് വരെയും കാരണമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ഉടൻ, അതായത് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് കുന്ദമംഗലം പോലീസ് കടക്കുമോ? തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലേക്ക് കടക്കാനാണ് കുന്ദമംഗലം പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഈ NITയിൽ വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാർ ഈ അധ്യാപികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവരുടെ വിലാസം എന്നിവ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നോട്ടീസ് കൈമാറും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്ന രീതിയിലാവും നോട്ടീസ് നൽകുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അവർ എന്തെങ്കിലും അസൗകര്യങ്ങൾ അറിയിച്ചാൽ വീട്ടിലോ അല്ലെങ്കിൽ NITയിലെ ക്യാമ്പസിലോ എത്തി മൊഴി ുന്നതിനും ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷൈജ ആണ്ടവനെതിരെ ഉയർന്നിരിക്കുന്നത്. അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്കോ മറ്റോ പോവുകയോ അല്ലെങ്കിൽ പുറത്ത് എത്തുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രതിഷേധം അടക്കമുള്ളവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കൂട്ടലുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മാറിയിരിക്കുന്നത്. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിന് ഇട്ട കമന്റിന്റെ ആധികാരിക സംബന്ധിച്ചാണ് ആദ്യം തന്നെ അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. അവർ തന്നെ ഇട്ട പോസ്റ്റാണോ എന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വരും. എന്തായാലും അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. കാരണം ആ പോസ്റ്റ് പിന്നീട് അവർ ഡിലീറ്റ് ചെയ്യുകയും ആ പോസ്റ്റിനെ കുറിച്ച് സംസാരിച്ച ചിലരോട് അതിന്റെ ഒരു വിശദീകരണമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. തനിക്ക് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടതെന്നടക്കമുള്ള ചില വിശദീകരണം നൽകിയിരുന്നു. അതുകൊണ്ട് അതിന്റെ ആധികാരികത പരിശോധിക്കും. ഒപ്പം ഇത്തരം ഒരു കമന്റ് ഇടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച വിശദമായി തന്നെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ MK രാഘവൻ MP ഈ NIT ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ NIT ഇതിനെക്കുറിച്ചൊരു അന്വേഷണം, ആഭ്യന്തരതല അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇവരിൽ നിന്നും വിശദീകരണം തേടും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അങ്ങേയറ്റം സമര കലുഷിതമായിരുന്നു NITയുടെ ക്യാമ്പസിന് മുൻവശം. ആദ്യ 2 ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ രൂക്ഷമായ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനു പിന്നാലെ ഇന്നലെ 3 യുവജന സംഘടനകൾ, DYFI, യൂത്ത് കോൺഗ്രസും ഒപ്പം മുസ്ലിം യൂത്ത് ലീഗ് എന്നിവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ക്യാമ്പസിലേക്ക് നടന്നിരുന്നു. എന്തായാലും 2 ദിവസം ഈ നടപടികൾ എന്തെങ്കിലും എടുക്കുമോ എന്ന് കാത്തിരിക്കാനുള്ള ഒരു ഇടവേള നൽകുന്നു എന്നാണ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അറിയിച്ചിരിക്കുന്നത്. ഉചിതമായൊരു നടപടി പോലീസിന്റെയോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്റെയോ മനീഷ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. NITക്ക് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ അധ്യാപികയുടെ ഭാഗത്ത് ഏതെങ്കിലും സർവീസ് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഇടുന്നതിന് ഈ ഒരു വിലക്കുള്ളതാണോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ NIT ഒരു ആഭ്യന്തരതലത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? തീർച്ചയായും ആഭ്യന്തരതല അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ ഇവരോട് വിശദീകരണം NIT ഡയറക്ടർ തേടിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ അവർക്കൊരു ചട്ടലംഘനമെന്ന് അല്ലെന്ന് പറഞ്ഞ് വാദിക്കാൻ കഴിയുമെങ്കിലും താൻ ഈ ഇട്ട പോസ്റ്റ് നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്നതിന് താഴെയാണ് അവർ കമന്റ് ചെയ്ത് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്തായാലും പറഞ്ഞു വാദിക്കാൻ കഴിയുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. കാരണം ഗോഡ്സെയുടെ ഏത് പ്രവൃത്തിയെ ന്യായീകരിച്ചു എന്നതിൽ കൃത്യമായി പറയുന്നില്ല. ഗാന്ധി വധത്തെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത കാര്യങ്ങളെയാണോ ന്യായീകരിച്ചത് എന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം വിശദമായി പറയാത്തതുകൊണ്ട് തന്നെ അവർക്ക് വാദിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തൽ നിയമവൃത്തങ്ങളുണ്ട്. പക്ഷേ അത് എന്തിനെക്കുറിച്ചാണ് അവർ ഇതിടാനുണ്ടായ സാഹചര്യം? ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇങ്ങനൊരു പോസ്റ്റ് ഇടുകയും അതിന് താഴെ ഒരു കമന്റ് ഇടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗാന്ധി വധത്തിൽ അങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഗാന്ധി വധം ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നതിലും അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ
അക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാവില്ല ഒരു നടപടിയിലേക്ക് നീങ്ങുക, അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിഗണിക്കില്ല. കോടതിയിലും മറ്റുമൊക്കെ വേണമെങ്കിൽ അവർ വാദിച്ചു ജയിക്കട്ടെ എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വൈ ഗോഡ്സെ കിൽഡ് ഗാന്ധി എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചതാണ് തനിക്ക് ഇത്തരം ഒരു കമന്റ് ഇടാൻ പ്രേരണയായതെന്ന് ചിലരോട്, ഈ പ്രതികരണം തേടിയ ചിലരോട് അവർ ഓഫ് ദ റെക്കോർഡായും മറ്റുമൊക്കെ പറഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടെ മാത്രമേ പുറത്തുവരാൻ സാധ്യതയുള്ളൂ. എന്തായിരുന്നു അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്നത് സംബന്ധിച്ച പുറത്തുവരാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഈ ക്യാമ്പസിൽ ഈ പുസ്തകവുമായി അല്ലെങ്കിൽ ഈ കമന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തൊട്ടുമുമ്പ് ചില സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ ABVP പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുള്ള ചില വിദ്യാർത്ഥികൾ അവിടെ ഒരു പതാക, ഇന്ത്യയുടെ ഭൂപടം നിർമ്മിച്ചിരുന്നു. അതിൽ കാവി നിറം ചെയ്തതിനെ വിമർശിച്ചു. കാവി നിറത്തിലുള്ള ഇന്ത്യയാണ് ചിത്രീകരിച്ചത്. അതിന് ചില വിദ്യാർത്ഥികൾ എതിർത്തിരുന്നു. ആ വിദ്യാർത്ഥികൾ എതിർത്തപ്പോൾ ഈ ഭൂപടം നിർമ്മിച്ച വിദ്യാർത്ഥികളും മറ്റ് എതിർത്തവരുമായി ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് 4ാം വർഷ വിദ്യാർത്ഥിയായ വൈശാഖ് എന്ന വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ നടപടികൾക്ക് മേൽക്കൈ എടുത്തത് ഈ ഷൈജ ആണ്ടവനാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അതിനുശേഷമാണ് നടപടി ചട്ടങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായ നടപടിയാണ് വിദ്യാർത്ഥിക്കെതിരെ എടുത്തതെന്ന വിമർശനമുണ്ടായിരുന്നു. അന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധവുമായി പുറത്തേക്കിറങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് വിദ്യാർത്ഥി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിനുള്ള അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ഷൈജ ആണ്ടവൻ എന്നതാണ് ഏറെ രസകരം. എന്തായാലും ആ അപ്പീൽ കമ്മിറ്റി ഷൈജ ആണ്ടവൻ അധ്യക്ഷയായിക്കൊണ്ട് തന്നെ ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയും അക്കാര്യത്തിലും എന്തെങ്കിലും പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും വിവാദമുണ്ടായ ശേഷം ഷൈജ ആണ്ടവൻ കോളേജിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരെ അവർ നേരത്തെ അവധി കൊടുത്തിരുന്നു. അതിനുശേഷം നാളെ മുതൽ ക്യാമ്പസിൽ എത്തുമോ അല്ലെങ്കിൽ അവധി ദീർഘിപ്പിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. എന്തായാലും പോലീസിന്റെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. കോളേജിന്റെ ഭാഗത്തുനിന്നും ഇവരോട് വിശദീകരണം തേടിയിട്ടും ഉണ്ട്. ടോം, അനീഷ്, ഈ ഒരു നിർബന്ധിത അവധിയിൽ അവർ പ്രവേശിച്ചിരിക്കുകയാണോ? കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം കോഴിക്കോട് NITയിൽ അരങ്ങേറിയതാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു നിർബന്ധിത അവധിയിലേക്ക് അധ്യാപിക പോവുകയായിരുന്നോ? എന്താണ്? ഒരുപക്ഷെ അവരുടെ ഇന്ന് വരെയാണ് അവധി കൂടുതൽ നീട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അധ്യാപിക വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് എന്തായിരിക്കും? ശക്തമായ പ്രതിഷേധത്തിന് വീണ്ടും കോഴിക്കോട് NIT സാക്ഷിയാകേണ്ടി വരുമോ? തീർച്ചയായും അധ്യാപക ക്യാമ്പസിലേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധം തന്നെ സൃഷ്ടിക്കും എന്നാണ് ഇന്നലെ KSUവും SFIയും ABVPയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് തന്നെ ആവണം അവർ അവധിയിൽ പ്രവേശിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയ ശേഷം ക്യാമ്പസിലേക്ക് വരാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു അയവ് ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇവർ ക്യാമ്പസിലേക്ക് എത്തിയാൽ പുറത്ത് വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എത്താൻ തന്നെ സാധ്യതയുണ്ട്. ഒപ്പം ഈ വിദ്യാർത്ഥി യൂണിയനും ഈ സർവകലാശാല യൂണിയൻ അല്ലെങ്കിൽ കോളേജ് യൂണിയനൊക്കെ ഒരു രാഷ്ട്രീയ ചായ്വുള്ള ഒരു സംഘടനാ പ്രവർത്തനമല്ല ഈ NIT ക്യാമ്പസിലുള്ളത്. സ്വതന്ത്രമായ വിദ്യാർത്ഥി യൂണിയൻ എന്ന രീതിയിൽ തന്നെയാണ്. ആ വിദ്യാർത്ഥി യൂണിയനും ഈ മാനേജ്മെന്റിന് NIT ഡയറക്ടർക്ക് ഈ സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഈ അകത്ത് ക്യാമ്പസിൽ ഈ അധ്യാപിക എത്തിയാലും ക്യാമ്പസിനുള്ളിലും ഒരു പ്രതിഷേധം നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ക്യാമ്പസിനകത്തും പുറത്തുമൊക്കെ പ്രതിഷേധമുണ്ടായി വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവധി നീട്ടാനാണ് അല്ലെങ്കിൽ നിർബന്ധിതമായി അവധിയിൽ പ്രവേശിക്കാൻ രജിസ്ട്രാറോ ഡയറക്ടറോ ഒക്കെ പറയാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ നിയമ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ കാര്യങ്ങളും ഒന്ന് അണഞ്ഞ ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കാനായിരിക്കും അവർ തീരുമാനിക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തേക്ക് സ്ഥലം മാറ്റുകയാണെങ്കിൽ നിലവിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരു അയവ് വരുമെന്ന കണക്കൂട്ടലുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകളും നിലവിലെ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ടോം, അനീഷ്, എന്തായാലും പോലീസ് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ഈ അധ്യാപികയുടെ വിവാദ കമന്റിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നിയമപരമായ നടപടി ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഈ പ്രൊഫൈലിലെ ഒരു പോസ്റ്റാണ് ഈ രീതിയിൽ വിവാദ കമന്റുകൾക്ക് വരെയും കാരണമായത്.
ഈ അധ്യാപിക ഡോക്ടർ ഷൈജ മാത്രമല്ല നിരവധി കമന്റുകൾ, ഗോഡ്സെ അനുകൂല കമന്റുകളടക്കം വന്നിരുന്നു. അതായത് രാജ്യവിരുദ്ധ കമന്റുകളടക്കം നമുക്കതിൽ ഈ ഡോക്ടർ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെയായി കാണാൻ കഴിഞ്ഞു. ഈ വിഷയത്തിലൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുമോ? കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കുമോ കടക്കുക? ടോം, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തെ പൗരന്മാർക്കുണ്ട്. നമുക്കറിയാം BJP MP അടക്കമുള്ളവർ പരസ്യമായി ഗോഡ്സെയെ പിന്തുണച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ BJPയുമായി ബന്ധമുള്ള പലരും ഇത്തരത്തിൽ ഈ ഗോഡ്സെയെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയത് പലതവണയായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വിഭിന്നമാണ് ഇക്കാര്യമെന്നാണ് ഈ വിമർശകരും യുവജന സംഘടനകളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം സർക്കാർ ശമ്പളം പറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ജീവനക്കാരിയാണ്, അതിലുപരി ഒരു അധ്യാപികയാണ്. കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട, അല്ലെങ്കിൽ ഭാരതത്തിന്റെ മൂല്യങ്ങൾ, രാഷ്ട്രപിതാവ്, രാജ്യത്തിന്റെ ഈ ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാധാന്യം, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആളാണ്. ഇത്തരം മൂല്യങ്ങൾ കുട്ടികളിലേക്ക് കൈമാറപ്പെടേണ്ട ഒരു അധ്യാപികയാണ്. അവർ തന്നെ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ഒരു മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന വിമർശനമാണ് ഉയരുന്നത്. ഈ KSUവും SFIയും ഒക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ NIT ക്യാമ്പസിൽ ഈ സംഘപരിവാർ വൽക്കരണത്തിലുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്നത് തന്നെ ഈ ഷൈജ ആണ്ടവൻ എന്ന അധ്യാപികയാണ്. അതുകൊണ്ട് ഇത്തരം സംഘപരിവാർ വൽക്കരണ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ ഷൈജ ആണ്ടവനെതിരായ ഈ പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിലും ഒരു കൗതുകകരമായ രാഷ്ട്രീയമുണ്ട്. കാരണം ഈ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധിക്കാൻ ABVPയും രംഗത്തെത്തിയിരുന്നു. ABVP ഗോഡ്സെയുടെ ചിത്രം കത്തിച്ച് ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ആരൊക്കെ അനുകൂലിക്കുന്നു, ആരൊക്കെ എതിർക്കുന്നു എന്ന് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് തന്നെ RSS നേരത്തെ തന്നെ ഈ ഗോഡ്സെയെ തള്ളി പറഞ്ഞതാണ്. BJPയിലെ ഒരു പറ്റം നേതാക്കൾ തള്ളി പറയുമ്പോൾ മറ്റൊരു വശത്ത് ചില ആളുകളാണ് ഈ കൃഷ്ണരാജിന്റെ പോസ്റ്റിന് താഴെയും മറ്റുമൊക്കെ ഈ കമന്റുകൾ ഇട്ടിരിക്കുന്നത്. കൃഷ്ണരാജ് ഒരു സംഘപരിവാർ അനുകൂലി എന്ന് പറയുമ്പോഴും RSSുമായോ BJPയുമായോ നേരിട്ട് ബന്ധം ഇല്ല എന്നൊക്കെയാണ് ഒരു വിഭാഗം ബാധിക്കുന്ന. അദ്ദേഹത്തിന് ഒരു ഭാരവാഹിത്വമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഔദ്യോഗിക സ്ഥാനങ്ങൾ കൈയാളുന്ന ആളല്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഈ പോസ്റ്റിന് കീഴിൽ കമന്റ് ഇടുന്ന എല്ലാവർക്കുമെതിരെ നടപടി എന്നതിലുപരി ഉത്തരവാദിത്തപ്പെട്ട ആൾ, സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന, കുട്ടികളെ രാഷ്ട്രപിതാവിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട ഒരാൾ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ മഹത്വവൽക്കരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു പ്രശ്നമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഡോക്ടർ ഷൈജയുടെ ആ വിവാദ കമന്റ്. ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാകേണ്ട വ്യക്തികളാണ്. ഇതുപോലെ ഒരു രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. എന്തായാലും പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ്. അധ്യാപികയെ ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ വിളിപ്പിച്ചേക്കും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കേരളത്തിൽ ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്ത കേസിൽ ശിക്ഷാവിധി നാളെ. കൊച്ചി NIA കോടതിയിൽ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് NIA വാദിച്ചത്. പ്രതിയുടെ പ്രായം, സാമൂഹിക കുടുംബ പശ്ചാത്തലങ്ങൾ പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നാളെയാണ് റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധി. ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ടോം, ഈ കോടതിയിൽ ശിക്ഷാവിധി സംബന്ധിച്ച്, അതായത് കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്നു, ശിക്ഷ വിധിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ പ്രതിയുടെ പ്രതിഭാഗത്തിനും അതോടൊപ്പം തന്നെ NIAയ്ക്കും
ഇത് സംബന്ധിച്ച് എന്താണ് ബോധ്യപ്പെടുത്താനുള്ളത്? ഈ കാര്യങ്ങളിലെല്ലാം കോടതി അയാൾ കുറ്റക്കാരനാണെന്ന്, റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിൽ കൂടിയും ഇരുഭാഗത്തിനും ഇനി കൂടുതൽ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അത് പറയാനുള്ള അവസരം നൽകുന്നു. അതനുസരിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് അതിലുള്ള വാദങ്ങൾ, തുടർവാദങ്ങളാണ് നടന്നത്. കോടതി ഈ 2 വാദങ്ങളും കേട്ടു. നാളെ ഇയാൾക്കുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും, കോടതി വിധിക്കുകയും ചെയ്യും. ഇന്ന് പ്രധാനമായും തന്നെയും പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, അയാൾ കഴിഞ്ഞ 5 വർഷങ്ങളായി 2018 അറസ്റ്റായ മുതൽ അയാൾ വിചാരണയിൽ തടവിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഈ കാലയളവ് ശിക്ഷയായി തന്നെ കണക്കിലെടുക്കണം. എന്നിട്ട് അത് മാത്രവുമല്ല, അയാളുടെ പ്രായവും മറ്റ് സാമൂഹ്യമായ കാര്യങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു കാലം ശിക്ഷാ കാലയളവായി കണക്കിലെടുത്തുകൊണ്ട് ഇയാളെ വിട്ടയക്കണം എന്നതാണ് പ്രതിഭാഗം അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇയാൾക്കുള്ള ശിക്ഷ ഈ അനുഭവിച്ചു വന്ന കാലത്തേക്കായിട്ട് കണക്കിലെടുക്കണം എന്നത് ആണ് ഇവർ ഉന്നയിച്ചത്. അതേസമയം തന്നെ എന്നെ ഈ കാര്യത്തിൽ കുറെ കൂടി കാര്യമായിട്ട് തന്നെയാണ് എന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് വലിയ തീവ്രതയോടുകൂടി സ്ഫോടനം നടത്താനായിട്ട് ലക്ഷ്യമിട്ടിരുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയും ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഒരിക്കലും ഒരു ചെറുതല്ല, അതിൻ്റെ കാഠിന്യം വലുത് തന്നെയാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണം. അതിന് പര്യാപ്തമായ തെളിവുകളടക്കം NIA കഴിഞ്ഞ നാളുകളിലത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഇവിടെ ഈ സ്ഫോടനം നടക്കാതെ പോയി എന്നത് അന്വേഷണത്തിൽ NIA മികവ് കൊണ്ടാണ് ഈ സ്ഫോടനം നടക്കാതെ പോയതും ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തത്. കാരണം ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് വലിയ തീവ്രവാദി നേതാക്കളുമെല്ലാമായിട്ടായിരുന്നു. ഇയാൾ സഫ്രഷ് അഹമ്മദുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത് ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയ മുഖ്യ സൂത്രധാരനായിരുന്നു അയാൾ. 2018 ഇവിടെ നസർ അബൂബക്കർ അറസ്റ്റിലാവുന്നത്. 2019 ശ്രീലങ്കയിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. 253 പേരാണ് ഈ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അയാളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ഇയാളുമായി അടുത്ത ബന്ധം ഈ റിയാസ് അബൂബക്കർ പുലർത്തിയിരുന്നു. ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്തരമൊരു പ്ലോട്ട് നടപ്പാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് നടപ്പാക്കാൻ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. ചാവേർ സ്ഫോടനം തന്നെയായിരുന്നു. ഇതിനു വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ ഇയാൾ സംഭരിക്കുന്നതിന് ഇടയിലായിരുന്നു ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ നൽകുക എന്നതാണ് NIA കോടതിയിൽ പറയുകയും ചെയ്തത്. ഇയാൾക്ക് മറ്റ് ഭീകരരുമായിട്ട് തന്നെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് നേരത്തെ IS-ലേക്ക് 14ഓളം യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്നു. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുകയും പിന്നീട് ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം ഇയാൾ നടത്തിയിട്ടുണ്ട്, രാജ്യം കടന്നുപോയതിന് നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളടക്കം NIAക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുൾ റാഷിദ് എന്ന ആളായിരുന്നു ഇതിനെ അഫ്ഗാനിസ്ഥാനിൽ ഇതിന് നേതൃത്വം ഉണ്ടായിരുന്നു. UAPA 38, 39 വകുപ്പുകളും IPC 120B വകുപ്പും ഇന്നലെ തന്നെ അത് തെളിഞ്ഞിരുന്നു. ഈ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. ഈ വകുപ്പുകളിൽ എത്ര വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റമാണ്. NIAയുടെ വാദം എന്താണ്? നിലവിൽ വിചാരണ കാലയളവ് ഉൾപ്പെടെ 5 വർഷത്തിലധികം റിയാസ് അബൂബക്കർ ജയിലിലായിരുന്നു. അതുൾപ്പെടെ പരിഗണിച്ചുള്ള ഒരു ശിക്ഷാവിധി ആയിരിക്കുമോ? കാരണം പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിചാരണ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞാൽ ഉൾപ്പെടെ പരിഗണിക്കണമെന്നാണ്. ഇയാളുടെ സാമൂഹ്യ കുടുംബ പശ്ചാത്തലങ്ങൾ, പ്രായമടക്കം പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ NIA ഒരു കടുത്ത ശിക്ഷ നൽകണം എന്നൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ടോം, ഇതിൽ UAPA നിയമപ്രകാരം ചുമത്തിയ 38, 39 വകുപ്പുകൾ പ്രകാരം ഭീകര സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കൽ, അവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കൽ തുടങ്ങിയത് രാജ്യദ്രോഹ സ്വഭാവം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ 12 വർഷവും 14 വർഷവും വീതമാണ് അതിൽ രണ്ടിലും തടവുകൾ ലഭിക്കുക. ഒപ്പം തന്നെയാണ് IPC 120B കുറ്റകരമായ ഗൂഢാലോചന എന്നത്. ഇതിനെല്ലാം പരമാവധി ശിക്ഷ ഉറപ്പിക്കുക എന്നത് തന്നെയാണ് NIA അതിൽ ലക്ഷ്യമിടുന്നത്. അതായത് 2 വകുപ്പുകൾ, ആദ്യത്തെ 38, 39 വകുപ്പുകൾ പ്രകാരം തന്നെ രണ്ടിലും കൂടി ഒരുമിച്ച് ശിക്ഷ വിധിക്കുമോ? അത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. പ്രത്യേകം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അതൊരു 20 വർഷം അടുക്കിയെല്ലാം തന്നെ വരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കോടതിയാണ് വിവേചനപരമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം NIA വാദിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഇയാളുടെ ഇത് സ്ഫോടനം നടന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത കുറയുന്നില്ല, അതിൻ്റെ ഒരു തീവ്ര സ്വഭാവം കുറയുന്നില്ല എന്നതാണ്. അത്തരം കാര്യങ്ങൾ NIAക്ക് കോടതിയിൽ വ്യക്തമാക്കാനടക്കം കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ശിക്ഷ ഉറപ്പാക്കി നൽകുക എന്നതാണ് NIA പറയുന്നത്. കാരണം
കാരണം വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്തിയ ഒരാൾ ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് പരമാവധി ശിക്ഷ നൽകുക, മാതൃകാപരമായി ശിക്ഷിക്കുക എന്നതാണ്. 5 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞിരുന്നൊരു കാലം സ്വാഭാവികമായും നമ്മുടെ നിയമം അനുസരിച്ച് അതൊരു ശിക്ഷാ കാലയളവെല്ലാം തന്നെ കണക്ക് കൂട്ടുമെങ്കിൽ കൂടിയും അതിന് മുകളിലേക്ക് ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരമാവധി ശിക്ഷ ഉറപ്പിച്ച് നൽകുക എന്നതാണ് കോടതിയിൽ NIA വാദിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള കുറ്റവാളികളുമായി, അതായത് ഭീകരപ്രവർത്തനം നടത്തുന്നവരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഈ റിയാസ് അബൂബക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ കുറയുന്നത് അത് ഒരു തെറ്റായ സന്ദേശമടക്കം നൽകും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതെ നോക്കുക, വലിയ രീതിയിൽ തന്നെ ശിക്ഷ ഉറപ്പ് നൽകുക എന്നതാണ് NIA കോടതിയിൽ വാദിക്കുന്നത്. ഇയാളുടെ വിചാരണ കാലയളവ് അതിൽ പരിഗണിച്ചാൽ കൂടിയും അതിനു മുകളിലുള്ള ഒരു ശിക്ഷ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ ഉയർന്നത്. ടോം, ഡാനി, നാളെ എപ്പോഴാണ് ഈ കേസിൽ ശിക്ഷ വിധിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റത്തിൽ, അതായത് UAPA 38, 39 വകുപ്പുകളിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് NIA വാദിക്കുന്നുണ്ട്. ഈ പ്രതിയുടെ ഏതെങ്കിലും വാദങ്ങൾ, പ്രതിഭാഗത്തിൻ്റെ വാദം ഇയാളുടെ പ്രായമടക്കം പരിഗണിക്കണമെന്നുണ്ട്. പക്ഷേ വലിയ ഗുരുതര സ്വഭാവമുള്ളൊരു കുറ്റമാണ്. കൊച്ചിയിലെ ഇടപ്പള്ളി ലുലു മാള്, മറൈൻ ഡ്രൈവിലടക്കം ഒരു കൂട്ടക്കുരുതിയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത്. ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം, രാജ്യദ്രോഹ കുറ്റം തന്നെ, ആ ഒരു സ്വഭാവമുള്ളൊരു കുറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാഗത്തിൻ്റെ വാദം പരിഗണിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് അറിയേണ്ടത്, നേരത്തെ തന്നെ പറഞ്ഞു, ശ്രീലങ്കയിലൊരു സ്ഫോടനം നടത്തിയ വ്യക്തിയുമായി ചേർന്ന് ആസൂത്രണത്തിന് പദ്ധതിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആസൂത്രണത്തിന് പദ്ധതിയിട്ടത്, ഈ ചാവേർ സ്ഫോടനത്തിനൊക്കെ പദ്ധതിയിട്ടത് ഈ റിയാസ് അബൂബക്കർ തനിച്ചായിരുന്നോ? കാരണം ഇയാൾക്ക് മറ്റു കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നോ? 2 പേരെ കോടതി മാപ്പുസാക്ഷികളാക്കിയിരുന്നു. മറ്റ് IS അടക്കമുള്ള സംഘടനകളിലെ ആർക്കെങ്കിലും കൃത്യമായി ഈ കേസിൽ പങ്കുള്ളതായി എന്തെങ്കിലും വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരുന്നോ? അതോ ഇയാളെ മാത്രമാണ്, ഈ റിയാസ് അബൂബക്കർ മാത്രമാണ് ഈ കേസിൽ പ്രതി, കുറ്റക്കാരനെന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഡാനി? ടോം, ഇതിൽ 3 പേരായിരുന്നു 2018 പിടിയിലാവുന്നത്. അതിൽ ഈ റിയാസ് അബൂബക്കറിനൊപ്പം തന്നെ 2 പേർ, ഒരാൾ കൊല്ലം സ്വദേശിയായ മുഹമ്മദ് ഫൈസലും രണ്ടാമത്തെ ആൾ കാസർഗോഡ് സ്വദേശിയുമായ അബൂബക്കർ സിദ്ദിഖുമായിരുന്നു. ഇവർ 3 പേരുമാണ് പിടിയിലാവുന്നത്. ഇവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിനിടയിൽ ഈ 2 പേർ, റിയാസ് ഇയാൾ ഒഴിച്ച് മറ്റു 2 പേരും, മുഹമ്മദ് ഫൈസലും അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദിഖും, ഇവർ 2 പേരും NIAയുടെ മാപ്പുസാക്ഷികളായി മാറുകയാണ് ഉണ്ടായത്. ഇവർ കോടതിയിൽ പറഞ്ഞ കാര്യം, വലിയ രീതിയിലുള്ളൊരു ആക്രമണ പദ്ധതിയാണ് റിയാസ് ലക്ഷ്യമിട്ടിരുന്നത്. അതിനുവേണ്ട പല സഹായങ്ങളും കാര്യങ്ങളും ഇയാൾ സ്വരൂപിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഇത്രത്തോളം വ്യാപ്തിയുള്ള രീതിയിലേക്കാണ് ഇയാളുടെ പ്രവർത്തനമെന്നതും ഇത്ര ഒരു കൊടും പാതകത്തിനാണ് ഇയാൾ ലക്ഷ്യമിടുന്നതെന്നും തങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ സമാനതകൾ ഉണ്ടായ രീതിയിലാണ് ഞങ്ങൾ ആശയപരമായി അയാൾക്കൊപ്പം ചേരാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തങ്ങൾ ആരും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തങ്ങളത് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ റിയാസിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ താൻ ഏറ്റെടുത്ത ഒരു കാര്യം, അല്ലെങ്കിൽ താൻ ലക്ഷ്യമിട്ടിരുന്ന ഒരു കാര്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന വിവരമാണ് NIAക്ക് നൽകിയത്. ഇത് ഈ കേസന്വേഷണത്തിൽ വളരെയധികം വഴിത്തിരിവുണ്ടാക്കിയ സംഭവമാണ്. കാരണം ഈ രീതിയിലുള്ള ഒരു സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവയുടെ ശൈലിയെക്കുറിച്ച് ഇതെല്ലാം തന്നെ NIAക്ക് അടക്കം വിവരം ലഭിക്കുന്നതിന് ഇവരുടെ ഈ നിലപാടുകൾ സഹായകരമായിരുന്നു. തുടർന്ന് അവർ ഈ കേസിൽ മാപ്പുസാക്ഷികളായി മാറുകയായിരുന്നു. പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെന്റിൽ, അവരുടെ വാദത്തിലെല്ലാം തന്നെ ഈ മാപ്പുസാക്ഷികളെക്കുറിച്ച് തിരിച്ചും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കാരണം ഇവരായിരുന്നു ഈ പ്ലോട്ട് ആസൂത്രണം ചെയ്തത്, റിയാസ് അതിൻ്റെ ഇരയാണ് എന്നതായിരുന്നു അവർ തിരിച്ച് ആരോപിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ കോടതിയിൽ NIAക്ക് കഴിഞ്ഞിരുന്നു. NIA കൃത്യമായ രീതിയിൽ തന്നെ പല ഭീകരരുമായി ഇയാൾ ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ, ഡിജിറ്റൽ എവിഡൻസ് അടക്കം കോടതിയിൽ ഹാജരാക്കുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്ന്
കോടതി കണ്ടെത്തുകയും ചുമത്തിയ വകുപ്പുകൾ ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും ഉണ്ടാകുക. നാളെ രാവിലെ കോടതി ഈ കേസ് വിധിക്ക് വേണ്ടി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്ത കേസിൽ നാളെയാണ് ശിക്ഷാവിധി. കൊച്ചി NIA കോടതിയിൽ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി സ്പോട്ട് ലൈവ് തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനകൾക്ക് ക്രൂരമർദ്ദനം. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശീവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേനട ശീവേലി പറമ്പിലാണ് സംഭവം. ജയലളിത നടയിരുത്തിയിരുന്ന കൃഷ്ണ എന്ന കൊമ്പനെയാണ് പാപ്പാൻ മർദ്ദിച്ചത്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, എന്താണ് സംഭവിച്ചത്? ടോം, ഈ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനയ്ക്കാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ. ഇതൊക്കെ കാണുന്ന മനുഷ്യരത് സഹിക്കാൻ കഴിയില്ല. അത്ര ക്രൂരതയാണ് ഈ ആനകളോട് ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ചെയർമാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, എന്തിനാണ് ഈ ആനകളെ ക്രൂരമായി പാപ്പാൻ മർദ്ദിക്കുന്നത് എന്നുള്ളതിൽ വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മനുഷ്യന്റെ മനസ്സ് അലിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നത്. വളരെ ക്രൂരമായാണ് പാപ്പാൻ തോട്ടി ഉപയോഗിച്ച് ഈ ആനകളെ മർദ്ദിക്കുന്നത്. ഇതെന്തിനാണ് ഈ ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഒരു ആനക്കോട്ടയ്ക്ക് സമീപത്തേക്ക് CCTV ദൃശ്യങ്ങൾ അടക്കം വേണമെന്നൊരു ആവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ആനപ്രേമികൾ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മിണ്ടാപ്രാണികളെ എന്തിനാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇതിലൊരു കൃത്യത തേടേണ്ടതുണ്ട്. ഉടൻ തന്നെ ഇതിനുള്ളൊരു വിശദീകരണം ലഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ആനകളെ തന്നെ ഉത്സവത്തിന് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അവരെ വെയിലത്ത് നിർത്തുന്നതും ആരാണ് ദൃശ്യം പകർത്തിയത്? കാരണം സ്വാഭാവികമായി ആനപ്രേമികൾ ആയിരിക്കും, ഈ ഗുരുവായൂരിലെത്തിയ ആനപ്രേമികളായിരിക്കും അല്ലേ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആരെങ്കിലും ഈ പാപ്പാനെതിരെ പരാതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? ടോമി, ദൃശ്യങ്ങൾ പകർത്തിയത് ആരെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം പല സോഷ്യൽ മീഡിയ പേജുകളിലും ഈ ആനക്കൂട്ടായ്മയുടെ അടക്കം പേജുകളിലൊക്കെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ വൈറലായിട്ടുണ്ട്. ഈ ആനക്കോട്ടയിൽ നിന്ന് ഒരു ജനലിന്റെ ഭാഗത്തു നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതാരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ ആനകളോട് കാണിക്കുന്ന ഈ ക്രൂരത അത് പൊറുക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതിലെ ദേവസ്വം വകുപ്പ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ പാപ്പാനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അത്ര ക്രൂരതയാണ് ഈ മിണ്ടാ പ്രാണികളോട് ഈ പാപ്പാൻ ചെയ്യുന്നത്. അതെന്തിനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടാണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പാപ്പാന്റെ പേര് വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിനെക്കുറിച്ച് കൂടി നമുക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ടോം, ഈ ആനകൾക്കെതിരെയുള്ള ക്രൂരത, നമ്മൾ ഈ കാട്ടാനകളെയൊക്കെ കാട് കയറ്റുന്നതൊക്കെ അതിനും ഒക്കെ രണ്ട് വാദങ്ങളായിട്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ആനക്കോട്ടയിൽ ഇത്രയും സംരക്ഷണമൊക്കെ നൽകേണ്ട ആനയോട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത കാണിക്കുന്നത് എന്തിനാണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ടോം, നവമി, നിലവില് ഈ ദേവസ്വം ചെയർമാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മറ്റ് ഒരു നടപടികളിലേക്ക്, നിയമപരമായ നടപടികൾ ഈ പാപ്പാനെതിരെ ഉണ്ടാകുമോ?
ടോം, തീർച്ചയായും. കാരണം അത്രയും കരളലിയിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും പാപ്പാനെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിണ്ടാപ്രാണികളോട് അയാൾ ഇത്ര ക്രൂരത ചെയ്യുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വകുപ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ പാപ്പാനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാണ്. എന്തായാലും ഈ പ്രദേശങ്ങളിലടക്കം, ഈ ആനക്കോട്ടകളിലടക്കം CCTV ദൃശ്യങ്ങൾ സ്ഥാപിക്കണം, ഒപ്പം തന്നെ ശക്തമായിട്ടുള്ളൊരു നിരീക്ഷണം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആനപ്രേമികളടക്കം തൃശ്ശൂരിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആനപ്രേമികൾ ഉള്ളത്. തൃശ്ശൂർ പൂരവും ഒക്കെ നടക്കുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലടക്കം നിരവധി പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ആനകൾക്കെതിരെ നടത്തിയ ഈ ഒരു ക്രൂരതയിൽ ഈ പാപ്പാനെതിരെ നടപടി സ്വീകരിക്കണം, പോലീസ് കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് കൂടി തേടിയ ശേഷം, റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യത. നവമി, നമുക്കറിയാം ഈ വന്യമൃഗങ്ങളടക്കം നമ്മുടെ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വനപ്രദേശത്തു നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ രീതിയിൽ ഭീതി പരത്തുന്നുണ്ട്. പക്ഷെ അതിനിടെ ഈ മിണ്ടാപ്രാണികളോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരത കൂടി കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതേ രീതിയിൽ ആനകളോട് മാത്രമല്ല, തെരുവ് നായ്ക്കളോടൊക്കെ വലിയ ക്രൂരമായ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾ പെരുമാറുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഏത് രീതിയിലുള്ളൊരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്? സാധാരണ ഈ പോലീസ് കേസല്ലാതെ മറ്റു വകുപ്പ് തല നടപടികൾ, അതായത് ഈ വന്യജീവി സംരക്ഷണ വകുപ്പ്, അതോടൊപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ടോം, ഇത്തരത്തിൽ ആനകൾക്ക് മാത്രമല്ല ഈ വളർത്തു മൃഗങ്ങളോടായാലും ഒക്കെ കാണിക്കുന്ന ഇത്തരം ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ക്രൂരതയൊക്കെ ഇതിനു മുൻപും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വളർത്തുമൃഗങ്ങളെ വാഹനത്തിന്റെ പുറകിൽ കൂടി കെട്ടി റോഡിലൂടെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ഒരു നടപടി സ്വീകരിച്ചതാണ്. പക്ഷേ പോലീസ് കേസിൽ ഒതുങ്ങി അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതിലപ്പുറത്തേക്ക് ഇതിനു വേണ്ടി ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരേക്കും അധികൃതർ തയ്യാറാകുന്നില്ല. ആനകൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആയാൽ പോലും ഇത് ആദ്യത്തെ ദൃശ്യമല്ല. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള പല ദൃശ്യങ്ങളും കണ്ടതാണ്. മൂന്നാറിലടക്കം കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവരോട് കാണിക്കുന്ന ക്രൂരത, ഹോണുകൾ അടിച്ച് അവരെ തന്നെ മനഃപൂർവ്വമായിട്ട് അവരെ ഒരു വിരട്ടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രീതിയൊക്കെ മനുഷ്യർ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോഴും ഈ ആനയുടെ മുകളിലേക്ക് കത്തിച്ച ടയർ വലിച്ചെറിഞ്ഞ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളെ കരളലിയിച്ച ദൃശ്യങ്ങളാണ്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഈ മിണ്ടാപ്രാണികളോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരത ഒരു പരിധി വിടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് കൽപ്പറ്റയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയെ ഒടുവിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടും ഇയാൾ സർവീസിൽ തുടരുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുംകര ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, നമുക്കറിയാം ഈ ഒരു സംഭവം പരാതി ഉയർന്നത് മാസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഡോക്ടർ ജോസ്റ്റിന് കോടതി കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത്. ഇത്രയും നാൾ, അതായത് ഈ ആരോപണ വിധേയനായിട്ടും ആരോഗ്യവകുപ്പ് ഇയാളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്? സസ്പെൻഷൻ മാത്രമാണോ അതോ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടി ഉണ്ടാകുമോ? ടോം, 2020 ഒക്ടോബർ 23 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധനായിരുന്നു ഈ പ്രതി. ഈ മൂവാറ്റുപുഴ കർലൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ജസ്റ്റിനാണ് ഈ കേസിലെ പ്രതിയായി കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജനറൽ ആശുപത്രിയിൽ വിഷാദ രോഗത്തിനെത്തിയ ഒരു കുട്ടിയാണ്. ഈ കുട്ടിയോട് കുടുംബത്തോടും ഈ പ്രതിയായിട്ടുള്ള ജസ്റ്റിൻ
കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ തന്റെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ 18 വയസ്സായ ഈ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ഈ കൗൺസിലിംഗിന് വന്ന തന്നെ എന്തിനാണ് ഈ ശാരീരിക പരിശോധന നടത്തിയതെന്ന് കുട്ടി അപ്പോൾ തന്നെ മാതാവിനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇയാൾക്കെതിരെ കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയത്. ഈ 2020 കേസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പ്രതി ആയിട്ടുള്ള ഈ ജസ്റ്റിൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ഈ പ്രതിക്കെതിരെ നിലവിൽ 1 വർഷത്തേക്ക് തടവും 20,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പീഡനത്തിനിരയായ കുട്ടിയെ വീട്ടിൽ വന്ന് കാണുകയും മൊഴി മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതി ഈ പ്രതിക്കുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പ്രതി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ഈ സർവീസിൽ തുടരുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നിലവിൽ ഈ സസ്പെൻഷനിലേക്കുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ അധികൃതർ കടന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇയാളെ ഈ സർവീസിൽ നിന്ന് മാത്രമല്ല നമുക്കറിയാം, കാരണം ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടാണ് കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചത്, ഈ ഡോക്ടർ ജോസ്റ്റിനെതിരെ ശിക്ഷ വിധിച്ചത്. പക്ഷേ ഇത്രയും നാൾ ഇയാളെ സർവീസിൽ തുടരാൻ എങ്ങനെയാണ് ഇയാൾക്ക് കഴിഞ്ഞത്? കാരണം ഒരു ആരോഗ്യവകുപ്പ് ഇയാളെ സംരക്ഷിക്കുകയായിരുന്നോ? ഈ തുടർ നടപടി, അതായത് സസ്പെൻഷനിൽ മാത്രമായിരിക്കുമോ ഇനി തുടർ നടപടി ഉണ്ടാകുമോ? എന്താണ് ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ നൽകുന്ന വിശദാംശങ്ങൾ? നിലവിൽ തുടർന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ഈ പീഡനത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി സർവീസിൽ തുടരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ജില്ലയിലെ SLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിങ്ങിന് ഇദ്ദേഹമായിരുന്നു നേതൃത്വം നൽകിയത്. ഈ വൈത്തിരി PRCയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ SKMG സ്കൂളിലായിരുന്നു ഈ SLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിങ് ക്യാമ്പ് നടന്നത്. അതിന് നേതൃത്വം നൽകാനായി ഈ പ്രതിയെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളും ഈ സ്ത്രീ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ക്യാമ്പ് ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ DMO വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകുകയും ഈ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുള്ള വകുപ്പ് തല നടപടി വന്നിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തെ ഈ സർവീസിൽ നിന്നും എടുത്തു മാറ്റണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പ്രധാനമായും ഇത് പറയുന്നത് ഈ പ്രതി ഈ ഡോക്ടറെ ഭരണാനുകൂല സംഘടനയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് തുണയായത്. ഈ KGMOയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ സംഘടനകൾ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ടോം, എന്തായാലും വിവരങ്ങൾ നൽകിയത്. വയനാട് കൽപ്പറ്റയിലാണ് ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി ഒടുവിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെതിരെ കഴിഞ്ഞ ദിവസം ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊട്ടാരക്കര ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികൾ പിടിയിലായതിന്റെ 70-ാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP MM ജോസ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2023 നവംബർ 27 വൈകിട്ട് 4:20 കാറിലെത്തിയ 3-അംഗ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിത, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് വിനേഷ് ചേരുന്നുണ്ട്. വിനേഷ്, ഈ സംഭവം നടന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 70-ാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ 3 പ്രതികൾ, പത്മകുമാറും ഭാര്യയും മകളും മാത്രമാണ് കേസിലെ പ്രതികളെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഈ കുറ്റപത്രത്തിലെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ടോം, 2023 നവംബർ 27 നടന്ന പ്രമാദമായ കേസിന്റെ കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 1000 പേജുകളുള്ള കുറ്റപത്രമാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. സംഭവം നടന്ന് 70-ാം ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി സമർപ്പിച്ചത്. കേസിന്റെ
പഴുതടച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 160 സാക്ഷിമൊഴികളും അതുപോലെ തന്നെ 150 പരം തൊണ്ടി മുതലുകളുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യവും പത്മകുമാറിന്റെ വീട്ടിൽ 6 വയസ്സുകാരിയെ പാർപ്പിച്ചിരുന്നതിന്റെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഒന്നാം പ്രതി KR പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലും അതുപോലെ തന്നെ ഭാര്യ MR അനിതകുമാരി, മകൾ P അനുപമ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് കഴിയുന്നത്. ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത് അതുപോലെ സമർപ്പിച്ചിരിക്കുന്നതും. പ്രതികൾ ഒട്ടേറെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടിരുന്നതായും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസം പ്രതികളിൽ ഉണ്ടാക്കാൻ കാരണം CCTV ക്യാമറകൾ അധികം സ്ഥാപിച്ചിട്ടില്ലാത്ത വഴികൾ കൃത്യത്തിനായി തിരഞ്ഞെടുക്കുമെന്നും കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കാൻ കാന്തം ഘടിപ്പിച്ചതും ഒടുവിൽ നമ്പർ പ്ലേറ്റുകൾ കഷ്ണങ്ങളായി മുറിച്ച് തെളിവ് നശിപ്പിച്ച് കാട്ടിൽ ഉപേക്ഷിച്ചതും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചതും സ്കൂൾ ബാഗും പുസ്തകങ്ങളും കത്തിച്ച് കളഞ്ഞതുമടക്കം വിശദ വിവരങ്ങൾ കൃത്യമായി തന്നെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പത്മകുമാറിന്റെ വീടും ഫാമും പണയപ്പെടുത്തി കോടികൾ വായ്പ എടുത്തതും അതുപോലെ തന്നെ വിവിധ ലോൺ ആപ്പുകളിലൂടെ പണം എടുത്തതും തട്ടിപ്പ് നടത്തിയതും എല്ലാം തന്നെ പ്രതികളുടെ ഈ കുറ്റസമ്മത മൊഴികളും ഈ കുറ്റപത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ടോം, വിനീഷ്, നമുക്കറിയാം കേരളത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയൊരു സംഭവമാണ്. ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? നമുക്ക് ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം മാത്രമല്ല, ആ ഒരു കുടുംബത്തെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്നു, അതിൻ്റെ ആസൂത്രണം, അങ്ങനെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ടോം, പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചത്. ചാത്തന്നൂർ സ്വദേശി പത്മകുമാറും കുടുംബവും മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. 5 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ 4 വർഷമായി തുടങ്ങിയ ഗൂഢാലോചനയ്ക്ക് പിന്നിലായാണ് തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായത്. കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മരണഭയം ഉണ്ടാകും വിധം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കുറ്റപത്രത്തിലെ പ്രധാന കണ്ടെത്തൽ. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത് അനിതകുമാരിയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട്. വിനേഷ്, നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞത് 4 പേർ ചേർന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്ന്. പിന്നീട് ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നു, അതിനുശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് പിന്നീട് വ്യക്തമാക്കിയ കാര്യം ഈ 3 പേർ, പത്മകുമാറും ഭാര്യയും മകളും മാത്രമാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ്. പല വിധത്തിലുള്ള സംശയങ്ങൾ പക്ഷേ അവിടെയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെയും കണ്ടെത്തൽ അതുതന്നെയാണോ? ടോം, ഏക സാക്ഷിമൊഴി കുട്ടി തന്നെയാണ്. അതായത് ഈ തട്ടിക്കൊണ്ടുപോയി കുട്ടിയുടെ സഹോദരന്റെ സാക്ഷിമൊഴി ഏക സാക്ഷിയാണ്. അതുപോലെ തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ ഈ അന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ കണ്ട മറ്റു സ്ത്രീയുമുണ്ട്. അതായത് ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയും കണ്ടതായി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം സാക്ഷിമൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഒരു 160 പേരുടെ സാക്ഷിമൊഴികളാണ് ഇപ്പോൾ ശേഖരിച്ച് കുറ്റപത്രത്തിൽ ഉള്ളത്. കൃത്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളും അതുപോലെ CCTV ദൃശ്യങ്ങൾ എല്ലാം ശേഖരിച്ചാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ടോം, ഇപ്പോൾ എവിടെയാണ് ഈ പ്രതികൾ? ഇപ്പോഴും ജയിലിൽ തന്നെയാണോ? കാരണം എന്തായാലും ഈ 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി അവരുടെയൊക്കെ ഒരു ജാമ്യം കിട്ടാനുള്ള സാധ്യത പോലും അടയുകയല്ലേ വിനീഷ്? പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലും അതുപോലെ തന്നെ ഭാര്യയും മകളും അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് കഴിയുന്നത്. അവർ ഇതുവരെയും ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പം ഏകദേശം 90 ദിവസത്തിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നതായിരുന്നു തുടക്കം മുതലേ ക്രൈംബ്രാഞ്ച് DGSP നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ സംഭവം നടന്ന് 70 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കൊട്ടാരക്കര കോടതിയിൽ ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു.
വിനീഷ്, ഇപ്പോൾ വിനീഷ്, നമുക്കറിയാം ഈ ഒരു കേസിൻ്റെ സ്വഭാവം. കാരണം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു മാത്രമല്ല, ഒരു നാടിന് മുഴുവൻ ഭീതിയിലാഴ്ത്തിയൊരു സംഭവമാണ്. പല രീതിയിൽ പലർക്കെതിരെയും സംശയങ്ങൾ ഉയരുന്നുണ്ട്. പലരെയും സംശയം നിഴലിൽ നിർത്തിയിരുന്നു. ഈ ഒരു കുഞ്ഞിൻ്റെ പിതാവിനെതിരെ പോലും ആരോപണം ഉന്നയിക്കുന്ന രീതിയിൽ പോലീസ് പോലും ആ രീതിയിൽ ചില സംശയങ്ങൾ ഉയർത്തുന്നു. കുഞ്ഞിൻ്റെ പിതാവിനെ ചോദ്യം ചെയ്യുന്നു. അയാളുടെ ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സംഘടനയ്ക്ക്, അദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് പോലും ഇതിന് പങ്കുണ്ടെന്ന രീതിയിലൊക്കെ പല അഭ്യൂഹങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഈ 3 പേർ മാത്രമാണ്, ഇവരുടെ ലക്ഷ്യം സാമ്പത്തികമായിരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ടോം, കേസിന്റെ തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി തെറ്റായ വാർത്തകളെല്ലാം പ്രചരിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആ വീട്ടുകാരെയും വളരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. ഈ കുട്ടിയുടെ പിതാവ് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് തന്നെ ചില തെറ്റായ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെല്ലാം അവർ പത്രസമ്മേളനം വിളിക്കുന്ന മാധ്യമങ്ങളെല്ലാം പറയുകയും ചെയ്തിരുന്നു, ഇത്തരം വാർത്തകൾ ഞങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കുറെ കൂടി കാര്യമായിട്ട് വാർത്തകൾ അന്വേഷിച്ച് ചെയ്യണമെന്നെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതുപോലെ തന്നെ അന്ന് പോലീസ് അധികാരികളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നു ഈ ഒരു സംഭവത്തിൽ 3 പേർക്ക് മാത്രമേ പങ്കുള്ളൂ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് ഇതിന്റെ കേസന്വേഷണം എത്തുന്നതും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു, ഇതിൽ അന്വേഷണം അവസാനം ഈ കുറ്റപത്രത്തിലേക്ക് എത്തുന്ന ഒരു നിർണായക നിമിഷം എത്തിയപ്പോൾ തന്നെ ഇതിന്റെ അന്വേഷണം പൂർണ്ണമായും 3 പേരിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ്. 3 പേര് മാത്രമാണ് ഇതിൽ കുറ്റക്കാർ എന്ന രീതിയിലാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറി കുറിപ്പുകളും എല്ലാം തന്നെ ഇതിൽ നിർണായകമായി മാറി. അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും എല്ലാം നിർണായകമായി. പിന്നെ ചില ഫോറൻസിക് ചില പരിശോധനാ ഫലങ്ങൾ വരാൻ കുറച്ച് വൈകി. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ കുറ്റപത്രം സമർപ്പിക്കാനായി ഇത്ര കാലതാമസം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇടയ്ക്ക് എല്ലാം നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഫോറൻസിക്കിന്റെ ചില റിസൾട്ടുകൾ എത്താൻ വൈകുന്നത് കൊണ്ടാണ് കുറ്റപത്രവും നീണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ സംഭവം നടന്ന് 70 ദിവസം പിന്നിടുമ്പോൾ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. 3 പേർ മാത്രമാണ് ഇതിൽ കുറ്റക്കാർ എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ടോം, വ്യക്തമാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായി 70-ാം ദിവസം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി